പുള്ളിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു. നമ്മൾ 72 hours ഫാസ്റ്റിംഗ് എന്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തീരെ വീക്കായിരുന്നു. വണ്ടിയിൽ നിന്ന് എനിക്കൊന്ന് ചെയറിൽ ഇരുത്തിക്കെട്ടൊക്കെ ഉണ്ടോ പുള്ളി കൊണ്ടുവന്ന് അവിടെ ആ ഷോട്ടിന് നിർത്തി ആ ഷോട്ട് എടുക്കുക, അപ്പം തന്നെ ബാക്കപ്പ്. അങ്ങനെയായിരുന്നത്. എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു സിംഗിൾ ഷോട്ടിന് വേണ്ടി. ബ്ലസേഡിനായിരുന്നു ഏറ്റവും പർട്ടിക്കുലർ, നമ്മളല്ലെങ്കിലും. ബ്ലസേഡിന് ഷാഡോ കളന്ന് നോക്കുമായിരുന്നു. ഇതിൻ്റെ ഷാഡോ ഇച്ചിരി കൂടുതലുണ്ടെന്ന് സ്പോട്ടൊക്കെ നോക്കിയിട്ട് അങ്ങനെ അവരെ നോക്കി ബ്ലസേട്ടൻ ചെയ്യുമായിരുന്നു. ആർക്കും അറിയില്ല, അവിടെയുള്ള ആൾക്കാർക്കും അറിയില്ല അങ്ങനെ ലൊക്കേഷൻ അവിടെ ഉള്ളത്. പണ്ടെപ്പോഴും പുള്ളി ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോയി നമ്മൾ തപ്പി പിടിച്ചെടുത്തത്. അത് ഇപ്പോഴും ഗൂഗിൾ എർത്ത് നോക്കിയാൽ കാണാം. ഒരു 360 ഡിഗ്രി ഒന്നുമില്ല, സെൻറ്റർ പോയിന്റിലൊരു മരമുണ്ട് നടുക്ക്. ഹാഫ് ഡേ ഫുൾ എടുത്ത് ആ ഒരൊറ്റ ഷോട്ടിന് വേണ്ടി. ബ്ലസേട്ടന് ഓക്കെ പറയുകയില്ല, എത്ര ഷോട്ട് കിട്ടിയാലും കറക്റ്റ് ആട് തിരിഞ്ഞ് കരയണമെന്നുള്ളൊരു വലിയ ടഫായിട്ട് ഷൂട്ട് ചെയ്തൊരു സാധനമായിരുന്നു. നമ്മളിതൊരു മലയാള സിനിമയായിട്ടല്ല കൺസീവ് ചെയ്യുന്നത് എല്ലാവരും, ആസ് ഓഫ് ഹോൾ ടെക്നീഷ്യൻ, ഈവൻ ബ്ലസേട്ടൻ പോലും. ടോട്ടലി ഒരു അങ്ങനെ ഒന്നും ഈവൻ ബഡ്ജറ്റ് കൺസ്ട്രെയിനും ഇല്ലെങ്കിൽ ഒരു ടൈം ഓഫ് ദ ഡേ അങ്ങനെ ടൈം കൺസ്ട്രെയിൻ ഒന്നും അങ്ങനെ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞൊരു സാധനമില്ലായിരുന്നു. എപ്പോൾ തീരുക അതുവരെ ഷൂട്ട് ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളൊരു ഇതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റി. ഹായ്, നമ്മളോടൊപ്പം ഉള്ളത് ആടുജീവിതത്തിന്റെ സിനിമാറ്റോഗ്രാഫർ KS സുനിൽ. വെൽക്കം സർ. ആടുജീവിതം എന്നുള്ളത് ഒരുപാട് വർഷങ്ങളുടെ ഒരു ട്രാവലാണ്. അപ്പോൾ ബ്ലസ്സി സാർ എങ്ങനെയാണ് സാറിലേക്ക് എത്തുന്നതും നിങ്ങൾ പ്രൊജക്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? സാർ ആക്ച്വലി ഞാൻ സെക്കൻഡ് ഷെഡ്യൂളിൽ ഇതിൽ ജോയിൻ ചെയ്യുന്നത് ഈ പടത്തിൽ. രതീഷൻ പാട്ട് കമ്മാര സംഭവത്തിൻ്റെ ഡയറക്ടർ പുള്ളി ഇങ്ങനെ വിളിച്ചെന്നോട് ചോദിച്ചു, ഇതേപോലെ ബ്ലസ്സിന് ഇങ്ങനെ ഒരു DOP നോക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ പേര് പറയട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. അങ്ങനെ ഞാനും ബ്ലസ്സിനോട് മീറ്റ് ചെയ്തു, നമ്മൾ സംസാരിച്ചു, അങ്ങനെ അത് ഓണായതാണ് പ്രോജക്റ്റ്. ഇപ്പൊ ഈ പുസ്തകം ഒരുപാട് ലക്ഷം കോപ്പികൾ വിറ്റെഴുതാണ് ബെന്യാമിൻ സാറിന്റെ ആടുജീവിതം. ഓരോ വായിച്ച ഓരോ മലയാളിക്കും അത് ഓരോ രീതിയിലാണ്. അപ്പൊ ഞാൻ വായിച്ചതും മറ്റൊരാൾ വായിച്ചതും ഒക്കെ നമ്മൾ ഇമാജിൻ ചെയ്ത ഒരു മരുഭൂമി അല്ലെ, മരുഭൂമി കാണാത്ത ആളുകൾ പോലും ചിലപ്പോൾ ഇമാജിൻ ചെയ്തിട്ടുള്ള ഒരു ഇതുണ്ട് ഈ നജീബിന്റെ ജീവിതം. അപ്പൊ നിങ്ങൾ ഓൾറെഡി അങ്ങനെയുള്ള മലയാളികളിലേക്ക് അല്ലെങ്കിൽ വേൾഡ് വൈഡുള്ള ആളുകളിലേക്ക് ഇത് വിഷ്വലായിട്ട് എത്തിക്കുമ്പോൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ഡിസ്കഷൻ? നമ്മളിവിടെ ഡിസ്കഷൻ നമ്മൾ കൊച്ചിയിൽ നിന്ന് ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടായിരുന്നു എങ്ങനെ പോകണം. ഷോർട്ട് ഡിവിഷനും നമ്മൾ ഒരു മോക്ക് ഒരു മിനിയേച്ചറൊക്കെ വെച്ചിട്ട് നമ്മളത് പ്ലാൻ ചെയ്തു, വിഷ്വൽ എല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നത്. ലൊക്കേഷൻ ഫൈൻഡ് ചെയ്ത് കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച മനസ്സിലാണെങ്കിൽ ലൊക്കേഷൻ കിട്ടില്ല. ഒരുപാട് ഫൈൻഡ് ഔട്ട് ചെയ്ത് ജസ്റ്റ് ബിഫോർ ഷൂട്ട് ഒരു 2 ആഴ്ച മുന്നേ അൾജീരിയ ഫൈനലൈസ് ആയത്. നല്ല ലൊക്കേഷനായിരുന്നു. സോ നമ്മൾ ഇവിടുന്ന് നമ്മൾ വിഷ്വലൈസ് ചെയ്താലും കുറച്ചുകൂടെ നന്നായി എന്ന് വേണം പറയാം. അവിടെ പോയി ഷൂട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിലും കുറച്ചുകൂടെ നല്ല വിഷ്വൽ കിട്ടി നമുക്ക് അവിടെ പോയിട്ട്. ലൊക്കേഷൻ ഫൈൻഡിങ് എത്ര സമയം എടുത്തൊരു? ലൊക്കേഷൻ ഫൈൻഡിങ് ആക്ച്വലി ഒരുപാട് സ്ഥലങ്ങൾ ട്രാവൽ ചെയ്തു. ടുണീഷ്യ, ഈജിപ്റ്റ്, മൊറോക്കോ. അതിനു മുമ്പേ ആദ്യം ദുബായ്, അബുദാബിയൊക്കെ ട്രൈ ചെയ്ത അവിടെ പെർമിഷൻ ഇഷ്യൂ ഉണ്ടായിരുന്നു. സോ ലാസ്റ്റ് വി സീറോഡ് ഇൻ ടു അൾജീരിയ. അത് ജസ്റ്റ് ഷൂട്ടിന് 2 ആഴ്ച മുന്നേ അത് കൺഫേം ആകുന്നതൊക്കെ. അങ്ങനെ ഒരു ഗുഡ്. ഇതുവരെ ചെയ്തതെന്ന് നോക്കുമ്പോൾ ഒരു ഡെസേർട്ടിൽ ക്യാമറ വെക്കാതെ 1-2 സീനുകൾക്കോ അല്ലെ സോങ് സീക്വൻസോ അല്ല, ത്രൂ ഔട്ട് ഇത് കൊണ്ടുപോകാന്ന് പറയുമ്പോൾ അത് എത്രമാത്രം. കാരണം ഇപ്പം ഇത് പൃഥ്വിരാജ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലസ്സി സാർ സാൻഡ് സ്റ്റോം വന്നപ്പം ഒറിജിനൽ യൂസ് ചെയ്യാൻ വേണ്ടി ക്യാമറയ്ക്ക് എന്തെങ്കിലും പറ്റിയാലും ഞാൻ കാശ് വന്നേക്കാം. അത് അങ്ങനെ തന്നെയായിരുന്നു. കാരണം അവിടെ പ്രാക്ടിക്കലി നമുക്ക് പോസിബിൾ അല്ല. ഒരു വലിയ പ്രൊപ്പല്ലറൊക്കെ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും എഫക്റ്റുള്ളൊരു എമൗണ്ട് ഓഫ് വിൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ നമ്മൾ ചോപ്പർ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യാന്ന് പ്ലാൻ ചെയ്ത് അതും വർക്കൗട്ട് ആകുമെന്ന് തോന്നിയില്ല. പിന്നെ അപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ ഈ ഷൂട്ടിംഗ് വിൻഡോയിൽ ചിലപ്പോൾ ഒരു സാൻഡ് സ്റ്റോം കിട്ടാൻ ചാൻസ് ഉണ്ട്, അവിടുത്തെ ബദുവിൻസ് പറഞ്ഞു. അങ്ങനെ നമ്മൾ വെതർ റിപ്പോർട്ടിൽ ഒരു ദിവസം ഇങ്ങനെ വാർണിംഗ് വന്നു സാൻഡ് സ്റ്റോം ഉണ്ടെന്ന്. അപ്പം ബ്ലസ് ചേട്ടൻ ഓക്കെ ഷൂട്ട് ചെയ്യാം, അങ്ങനെ തീരുമാനം ഷൂട്ട് ചെയ്യായിരുന്നു. അത് ഇച്ചിരി ടഫായിരുന്നു ഷൂട്ട് ചെയ്യാൻ, ബട്ട് വി എൻജോയ്ഡ് ദ ഷൂട്ട് ആക്ച്വലി. ഇറ്റ് ഇസ് നൈസ്. അല്ലാണ്ട് അത് അച്ചീവബിൾ അല്ല. അത് ടെക്നിക്കലി അത് ഈ ക്യാമറയ്ക്ക് പ്രശ്നങ്ങളില്ലാത്തത് അല്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളില്ലാതൊന്നുമല്ല, പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഡസ്റ്റൊക്കെ ഫുൾ ക്യാമറയ്ക്കകത്ത് ഡസ്റ്റ് പോയി, ലെൻസിനകത്തൊക്കെ ഡസ്റ്റ് പോയി. പക്ഷേ സ്റ്റിൽ നമുക്ക് അങ്ങനെ ഒരു ഇമേജ് കിട്ടണമെങ്കിൽ വേറെ ഓപ്ഷൻ ഇല്ല, അങ്ങനെ ഷൂട്ട് ചെയ്യാതെ പറ്റുള്ളൂ. മീൻസ് അതിനകത്ത് കുറച്ച് VFX ഉണ്ട്, ഇല്ലെന്നല്ല. അത് പുറകെ കാണുന്ന കുറച്ച് സാൻഡ് ക്ലൗഡൊക്കെ നമുക്ക് VFX ചെയ്തേക്കുന്നത്. അല്ലാതുള്ള ഇന്ററാക്ഷനും അറ്റ്മോസ്ഫിയറിക്സ് എല്ലാം ലൈവാണ്. ജിമ്മി ജിൻ ആൻഡ് പൃഥ്വിരാജ് ഇവര് പൃഥ്വിനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു സാൻഡ് സ്റ്റോം. അതെ അതിന്റെ കാര്യം പറഞ്ഞത്. ബിഗിനിങ് വരുന്നത് ഇതാണ്, ട്വിസ്റ്ററാണ്. അതല്ല, അത് ഫുൾ VFX ക്രിയേറ്റ് ആണ്. ഒട്ടകം മാത്രം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ ലൈവായിട്ട്. ഇതിൽ ഭയങ്കര പാടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഈ സാൻഡ് അടിക്കുന്ന സൂചി കുത്തുന്ന വേദന. നമ്മളെല്ലാം ഫുൾ കവേർഡും മുഖത്തും എല്ലാം ഫുള്ളി ബോഡി കവേർഡായിരിക്കും. ഇവർക്ക് ഇത് ഒന്നുമില്ല, കണ്ണിലൊക്കെ കുത്തി കഴിഞ്ഞാൽ സൂചി കുത്തുന്നതാണ്. എഗെയിൻസ്റ്റ് വിൻഡ് എന്നിട്ട് അത് മൊത്തം ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ആ ഷൂട്ട് അവരെ സംബന്ധിച്ച്. നമുക്ക് ഓക്കെ എല്ലാവർക്കും കഷ്ടപ്പാടാണ്, പക്ഷേ വി എൻജോയ്ഡ് ദ ഷൂട്ട്. അതുപോലെ പാമ്പിന്റെ VFX മൾട്ടിപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്, എന്നാലും ഇതിപ്പോ പാമ്പഴിഞ്ഞു പോവുക എന്ന് പറയുന്നത് തുടക്കത്തിൽ എല്ലാവർക്കും പേടിയായിരുന്നു അടുത്തോട്ട് പോകാൻ. ആദ്യം പിന്നെ ഒരു 5 അടി കളയുന്നത്, പിന്നെ അത് 2 അടിയായി, അങ്ങനെ അടുത്തേക്ക് ചെന്ന്
പിന്നെ അത് കംഫർട്ടബിൾ ആയത് ഒന്നും ചെയ്യില്ല എന്നുള്ളത്, അങ്ങനെ ചാടി കൊത്തുന്നതല്ല, ഇത് ജസ്റ്റ് അടുത്ത് നിന്നാലേ കൊത്തുള്ളൂ. അങ്ങനെ ട്രെയിനർ ഉണ്ട്, ട്രെയിൻഡ് അല്ല, ഇത് പിടിച്ചോണ്ട് വന്ന് നമ്മൾ മരുഭൂമി ഡെസേർട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വന്നാ. പക്ഷെ ഒരു ട്രെയിനർ ഉണ്ട്, മീൻസ് അതേ ഹാൻഡിൽ ചെയ്യാൻ, ട്രെയിനർ ഹാൻഡിൽ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു. സോ അങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്തത്. ഒരു 5-6 പാമ്പുണ്ടായിരുന്നു, ബാക്കിയെല്ലാം VFX മൾട്ടിപ്ലൈ ചെയ്തത് അതെല്ലാം. ഇപ്പോൾ ഒരുപാട് ദൂരം ഇവർ ട്രാവൽ ചെയ്യുന്നത് കാണിക്കുമ്പോഴേ പ്ലെയിനായ മരുഭൂമി, ഒരു മരുപ്പച്ച പോലും കാണാത്ത മരുഭൂമി നമ്മൾ തേടി ഇങ്ങനെ അല്ലേ. അപ്പോൾ എപ്പോഴും പ്രേക്ഷകന്റെ മുന്നിൽ അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ യാത്ര കാണിക്കുമ്പോൾ ഒരു മടുപ്പുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ വായിക്കുന്നതിന്റെ അത്ര എളുപ്പമല്ലല്ലോ, അതിനെ എങ്ങനെ ഓവർകം ചെയ്ത്? നമ്മൾ അതിന് 2-3 കൈൻഡ് ഓഫ് ഹൈ ഡ്യൂൺസ്, ഫ്ലാറ്റ് ഡ്യൂൺസ്, പിന്നെ ചെറിയ ഡ്യൂണുകൾ, അങ്ങനെ 3-4 വേരിയേഷൻ ലോക്ക് ചെയ്തിട്ട്, പിന്നെ നമ്മൾ ഈ ഡേ ട്രാൻസ്ഫോർമേഷൻ ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത്, രാവിലെ ഫീൽ ചെയ്യണം, ഉച്ചയ്ക്ക് ഫീൽ ചെയ്യണം, വൈകുന്നേരം, ഒരു 3-4 ദിവസത്തെ ട്രാവൽ. അപ്പോൾ അത് ഫീൽ ചെയ്യാനായിട്ട് ആ ഒരു ടൈം ഓഫ് ദി ഡേ ഒക്കെ നോക്കിയാണ് ഷൂട്ട് ചെയ്ത്. ഒരു സീനിനെ 4ആയിട്ട് പാർട്ട് ചെയ്തിട്ട് അങ്ങനെ ഷോർട്ട് ഡിവിഷനൊക്കെ അങ്ങനെ ചെയ്തിരുന്നത്. അതിന് എല്ലാവരും ഭയങ്കര സപ്പോർട്ട് വരുന്നത്, ഹോൾ ക്രൂവിൻ്റെ സപ്പോർട്ട് ഇല്ല അത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇറ്റ്സ് നോട്ട് ഈസി ഇൻ ബിറ്റ്വീൻ നോൺ ലീനിയർ ആയിട്ട് ഷൂട്ട് ചെയ്യുക. ഇതിപ്പോ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരേ പ്ലെയിൻ ഇതിൽ ട്രാവൽ ചെയ്തു പോവാ. അപ്പം ഇതിങ്ങനെ ഓരോരോ പീസായിട്ട് ഓരോ സ്ഥലങ്ങളായിട്ടാണോ ചെയ്തിരുന്നത്? ഓരോരോ സ്ഥലങ്ങളാണ്. പക്ഷെ ഓരോ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു സ്ഥലമായിരിക്കും, ഉച്ചയ്ക്ക് വേറൊരു സ്ഥലമായിരിക്കും. ഇത് ഈ എക്സർസൈസ് കീപ്പ് ഓൺ ഡൂയിങ് അഗൈൻ ആൻഡ് അഗൈൻ. സെയിം സ്ഥലം അടുത്ത ദിവസം രാവിലെ പോയി. അങ്ങനെ ചില സ്ഥലങ്ങളൊക്കെ മിസ്സായി പോയിട്ടുണ്ട്. ചിലപ്പം ഈ ഭയങ്കരമായിട്ട് നൈറ്റ് കാറ്റടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെറൈനൊക്കെ ചെറുതായിട്ട് ചേഞ്ച് ആവും. പിന്നെ നമ്മളത് ഏകദേശം മാച്ച് ചെയ്ത് വേറെ ലൊക്കേഷൻ പിടിച്ച് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ലൈറ്റ് കണ്ടിന്യൂറ്റി ഭയങ്കരമായിട്ട് നോക്കിയിരുന്നു. ഒരു സീനിന്റെ ലൈൻ, ആ ലൈറ്റിൽ മാത്രം ആ സീൻ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിച്ചായിരുന്നു വളരെ. ഇവരുടെ നടക്കുന്നതിന് ബുദ്ധിമുട്ടാണ് ഡെസേർട്ടിൽ. അത് ഇവരുടെ ഫൈറ്റുകളല്ലേ, ഇവർക്ക് പല ഇൻസിഡന്റ് സീക്വൻസസ് ഉണ്ട് അതിൽ. ആ സമയത്ത് ക്യാമറ അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നതും ഡെസേർട്ടിൽ അത് ഭയങ്കര ടഫായിരുന്നു. ആക്ച്വലി നമുക്ക് ഈ സ്റ്റഡി ക്യാം ആയിരുന്നു മേജർ ഷോട്ട്സ്. സ്റ്റഡി ക്യാം ഇപ്പോൾ അവിടുത്തെ ക്രൂ അൾജീരിയൻ ക്രൂ, അത് എക്സ്പേർട്ട് ഇൻ ഡെസേർട്ട് ഷൂട്ടിംഗ്. സോ അങ്ങനെയുള്ള ക്രൂവിന് നമ്മൾ വിളിച്ച് അങ്ങനത്തെ ഹാൻഡ്ലിങ്ങിനൊക്കെ, അങ്ങനത്തെ ഷോട്ടുകളൊക്കെ, ഈ ഓടുന്നതും ഷോട്ട് ഡിഡ് വെൽ ആക്ച്വലി. അവർക്ക് ഇത് എക്സ്പീരിയൻസ്ഡ് ആണ് അത്. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പം നോമ്പിൻ്റെ സമയം അവിടെയും. സോ എല്ലാവരും ഫാസ്റ്റിംഗ് ആയിരുന്നു, വെരി ക്രൂ ഫുൾ. ബട്ട് ദേ പുൾഡ് ഓഫ് ആക്ച്വലി. വെള്ളം പോലും കുടിക്കാൻ നമുക്ക് ഒരു അരമണിക്കൂർ നിൽക്കാൻ പറ്റില്ല വെള്ളം കുടിക്കാണ്ട് ആ ഹാർഷ് ലൈറ്റിൽ. ഇവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെള്ളം കുടിക്കാതെ ഇത്രയും ഹെവി എക്യുപ്മെന്റ്സ് ഒക്കെ ആയിട്ട്. കോവിഡ് ടൈമും ആയിരുന്നല്ലോ. കോവിഡ് ടൈം അൾജീരിയല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞ സിറ്റുവേഷൻ ഫുൾ അൾജീരിയയിൽ സെക്കൻഡ് ഹാഫ്. ജോർഡൻ ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. മീൻസ് ആ മസ്ര ഉള്ള ആ ഏരിയ, ആ റോക്കൊക്കെ ഉള്ള ഡെസേർട്ട് ആണ് ജോർഡൻ ഫസ്റ്റ് വരുന്നത്. റോക്കുള്ള ഡെസേർട്ട് ഇവർ ഓടി രാത്രി, പിന്നെ ഓടി എത്തപ്പെടുന്ന ഒരു കടൽ പോലുള്ള ഇതാണ് പിന്നെ അൾജീരിയയിലേക്ക് ഷൂട്ട് ചെയ്തത്. ഇതിൽ പൃഥ്വിരാജിന്റെ ട്രാൻസ്ഫോർമേഷൻ പുള്ളി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുറത്തു വിടാത്ത ഒരു എന്റെ ഏറ്റവും ഇതായിട്ടുള്ള തിന്നായിട്ടുള്ള രൂപം പുറത്തു വിട്ടില്ല. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ കാണുമ്പോൾ ആളുകൾ ഇങ്ങനെ ഒയ്യോ എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു, ഞെട്ടിയിട്ട്. അതെങ്ങനെയാ പ്ലാൻ ചെയ്തത്? അത് ആ ഷോട്ട് ഒരു ദിവസം ആ ഷോട്ട് മാത്രം പ്ലാൻ ചെയ്തുള്ളൂ. ഒരു 3:30 ആയിരുന്നു ഐ തിങ്ക് ആ ഷോട്ട് എടുത്തത്. രാവിലെ പോലെ നമ്മൾ റിഹേഴ്സൽ ചെയ്തു, ജിബൊക്കെ ഇട്ടിട്ട് എല്ലാം സെറ്റ് ചെയ്ത് പക്ക എല്ലാം ഫോക്കസ് എല്ലാം മാർക്ക് ചെയ്തു. ഒറ്റ ഷോട്ടേ എടുക്കുന്നുള്ളൂ, ഒരു റീടേക്കും ഉണ്ടാവില്ല ആ ഷോട്ടെന്ന് പറഞ്ഞിരുന്നു. പുള്ളിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു. 72 hours ഫാസ്റ്റിംഗ് എന്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തീരെ വീക്കായിരുന്നു. വണ്ടിയിൽ നിന്ന് എനിക്കൊന്ന് ചെയറിൽ ഇരുത്തിക്കെട്ടൊക്കെ ഉണ്ടോ പുള്ളി കൊണ്ടുവന്ന് അവിടെ ആ ഷോട്ടിന് നിർത്തി ആ ഷോട്ട് എടുക്കുക, അപ്പം തന്നെ ബാക്കപ്പ്. അങ്ങനെയായിരുന്നത്. എല്ലാവരും കോർഡിനേറ്റ് ചെയ്ത് ആ ഒരു സിംഗിൾ ഷോട്ടിന് വേണ്ടി. നടന്ന് പോകുന്നതിലൊക്കെ ഓൾമോസ്റ്റ് അതൊരു സിംഗിൾ ഷോട്ട്, അത് ജിബിലായിരുന്നു. അത് മൂവ്മെന്റ് ഒക്കെ പക്ക. നമ്മൾ എനിക്കൊന്ന് ഒരു 10-15 റിഹേഴ്സലൊക്കെ ചെയ്ത് എല്ലാം പക്ക ലോക്ക്ഡ്, ഒരു തെറ്റുപോലും വരാതിരിക്കാനായിട്ട്. പുള്ളി റിഹേഴ്സലിനുണ്ടായിരുന്നു? അല്ലല്ല, പുള്ളിയില്ല. കറക്റ്റ് ഷോട്ട്, ബാക്കി നമ്മളെല്ലാം ടെക്നിക്കലി എല്ലാം പക്കയാക്കി വെച്ച് കറക്റ്റ് 3:30 ടൈമിന് റോളിങ്. ഈ പടത്തിലെ മിക്കവാറും എല്ലാ ഷോട്ടുകളും അങ്ങനെ ഒരു കൃത്യം സമയം ഉണ്ടായിരുന്നു. ഇന്ന സമയത്ത് റോളിങ്, ആ സമയത്ത് റോൾ ചെയ്യുള്ളൂ. സണ്ണിന്റെ ഒരു കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. ഇത് ബ്ലസ്സിയായിരുന്നു ഏറ്റവും പർട്ടിക്കുലർ. നമ്മളല്ലെങ്കിലും ബ്ലസ്സിയുടെ ഷാഡോ കളന്ന് നോക്കുമായിരുന്നു. ഇതിന്റെ ഷാഡോ ഇച്ചിരി കൂടുതലുണ്ടാവും, സ്പോട്ടൊക്കെ നോക്കിയിട്ട് അങ്ങനെ അവരെ നോക്കി ബ്ലസ്സിയേട്ടൻ ചെയ്യുമായിരുന്നത്. ഇതില് മരുപ്പച്ച, നമ്മളൊക്കെ ഒരു മരുപ്പച്ച ഇപ്പൊ വരും എന്നുള്ളത്. പക്ഷെ അതുപോലെ തന്നെ ഈ മരീചിക, മിറാഷ് എന്ന് പറയുന്നത് ഒരു പോയിന്റിൽ വരുന്നുണ്ട്. അതെങ്ങനെയാ? മിറാഷ് ആക്ച്വലി VFX ആയിരുന്നു. അത് നമുക്ക് ക്യാമറയിൽ ഉണ്ട്, നമുക്ക് കാണാം. പക്ഷെ അത് ക്യാമറയിലേക്ക് ഒപ്പിയെടുക്കാൻ പറ്റില്ല, നമ്മൾ ഉദ്ദേശിക്കുന്നുള്ള കിട്ടില്ല. അത് ഫുൾ VFX സപ്പോർട്ടായിരുന്നു അത്. പിന്നെ അതുപോലെ ഒരു തടാകം ശരിക്കുള്ള ഒരു ഇത് വരുന്നത് അവിടെ തന്നെ. തടാകം മീൻസ് മരുപ്പച്ചയുടെ സൈഡിൽ മരുപ്പച്ച ഉണ്ടായിരുന്നു. ആക്ച്വലി നോവർ ഇൻ ദ ഡെസേർട്ട് ആക്ച്വലി ഒരു വലിയ ട്രീ, ഒരു 2 നില ഹൈറ്റ് ഉള്ള ഒരു വലിയ ഒരു ഗ്രീൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തോടെ. അതൊക്കെ ഒരു വലിയ കഥയാണ്. അത് പോയി ഫൈൻഡ് ഔട്ട് ചെയ്തൊക്കെ ലക്കിലി കിട്ടിയതാണ്. ലക്കി മീൻസ് ഒരു നമുക്ക് നമ്മുടെ അവിടെ ഗൈഡ് ചെയ്തൊരു റാലി ഡ്രൈവറായിരുന്നു, ഒരു ജിലാലി. പുള്ളിയാണ് പറഞ്ഞിങ്ങനെ, പുള്ളി കൊച്ചിലെ കണ്ട് പുള്ളിക്ക് ഇങ്ങനെ ഓർമ്മയായിട്ട് ഇങ്ങനെ ഒരു
ഈ ഇത് കണ്ടതായിട്ട്, മരുപ്പച്ച കണ്ടതായിട്ട്. അപ്പം അങ്ങനെ ഒരു ഇത് വെച്ച് സോഴ്സ് ചെയ്ത് ആർക്കും അറിയില്ല, അവിടെയുള്ള ആൾക്കാർക്കും പോലും അറിയില്ല അങ്ങനെ ലൊക്കേഷൻ അവിടെ ഉള്ളത്. പണ്ടെപ്പോഴും പുള്ളി ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അങ്ങനെ പോയി നമ്മൾ തപ്പിപ്പിടിച്ചെടുത്തത്. അത് ഇപ്പോഴും ഗൂഗിൾ എർത്ത് നോക്കിയാൽ കാണാം, ഒരു 360 ഡിഗ്രി ഒന്നുമില്ല, സെൻറ്റർ പോയിന്റിലൊരു മരമുണ്ട് നടുക്ക്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ബാക്കി പ്രശാന്തിൻ്റെ ആർട്ട് വർക്കാണ് മൊത്തം. ഈ വാട്ടർ ഫിൽ ചെയ്യലും ഇങ്ങനെയുള്ള പരിപാടികൾ. വാട്ടർ ബോഡി ഉള്ളതല്ല, വാട്ടർ ബോഡി ഇല്ലായിരുന്നു അവിടെ. വാട്ടർ ബോഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിൽ ഇന്റർവെല്ലിൽ വരുന്ന ആലിപ്പഴം വീഴുന്ന ഇതും അതുപോലെ ഈ ചെമ്മരിയാടിന്റെ കൂട്ടവും എല്ലാവരും ഒരു പാറയ്ക്കകത്തേക്ക് കൊണ്ടുവന്നൊക്കെ, അത് ആർട്ട് അല്ലെങ്കിൽ അത് ആ ഒരു സ്ഥലം തന്നെ? അല്ല, ആ ഗുഹയാണ്. ആ ഗുഹയുടെ എൻട്രൻസ് മൗത്ത് ഉണ്ട്, എക്സ്റ്റൻഷൻ ഫുള്ള് നമ്മൾ ഒരു 2 മലയുടെ ഇടുക്കൽ സ്ലിറ്റ് പ്രശാന്ത് ചെയ്ത കേവ് ഫുള്ള് ഒരു 40 അടി ഡിസ്റ്റൻസിലൊരു കേവ് നമ്മൾ സെറ്റ് ഇട്ടത്. അത് ആ കേവ് നടന്നു വരുന്നതൊക്കെ. അപ്പോൾ ഈ ഒരു ഡെസേർട്ടിൽ ഒരു മഴ സീക്വൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതും ഒരു ചെറിയ ടാസ്ക്കാണ്. കാരണം ഈ മഴ നമ്മൾ പെയ്ച്ചാൽ പോലും ഒരു ക്ലൗഡ് കവർ അല്ലെങ്കിൽ കാണാൻ ഭംഗി ഉണ്ടാവില്ല, ഈ മഴ ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യില്ല. അപ്പോൾ അതും നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വിൻ്റർ ടു സമ്മർ ട്രാൻസ്ഫോർമേഷൻ പീരീഡ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ആ വിൻഡോയിൽ ഒരു നോർമലി ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ സമയത്ത് ഒരു മഴ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ലക്കിലി നമുക്ക് അങ്ങനെ ഒരു വെതർ റിപ്പോർട്ട് കിട്ടി. ചിലപ്പോൾ ഒരു മഴ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു ക്ലൗഡി ഡേ 2 ദിവസം കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ ലക്കിലി ഒരു ഉച്ചയ്ക്ക് ശേഷം നമ്മൾ പറഞ്ഞ ടൈം തന്നെ ഒരു നല്ല ക്ലൗഡ് കവർ വന്നു. അത് ആ ഒറിജിനലായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പടത്തിൽ കാണുന്ന ആ സണ്ണ് കവർ ചെയ്യുന്ന ഷോട്ടൊക്കെ ഒറിജിനൽ ഷോട്ട്. അത് ക്ലൗഡ് കവറൊക്കെ ഡെസേർട്ടിൽ അല്ല, ബാക്കിയെല്ലാം നമ്മൾ പ്രാക്ടിക്കൽ എഫക്ട്സ്. വെള്ളവും റെയിനും ആലിപ്പഴം ഒക്കെ പ്രാക്ടിക്കലായിട്ട് പ്രശാന്ത് ചെയ്തത്. അത് ആലിപ്പഴമൊക്കെ എല്ലാം പ്രാക്ടിക്കലായിട്ട് ചെയ്യായിരുന്നു. സോ അങ്ങനെ അത് ഷൂട്ട് ചെയ്തേക്കുന്നത്. നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ഇത്രയും ചെമ്മരിയാട്, ഒട്ടകം, ഇതിന്റെ ഇടയിൽ ചെമ്മരിയാടിന്റെ ഒരു ഫൈറ്റ് വരുന്നുണ്ട്. ഇത് എത്രത്തോളം ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒരു? മൃഗങ്ങളെ മാനേജ് ചെയ്യണം. മൃഗങ്ങളെ മാനേജ് ചെയ്ത് ഭയങ്കര ടഫായിരുന്നു. കാരണം ചെമ്മരിയാടെന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനും ഇല്ലാത്തൊരു ജീവിയായത്. അത് വളരെ ടഫാണ്. ഒട്ടകം പിന്നെ മാനേജ് ചെയ്യിക്കാൻ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു തന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഇതൊന്നും ചെയ്യില്ല. ഇതിന് ഈ ആടിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതായിരുന്നു ഏറ്റവും ടഫ്. എസ്പെഷ്യലി ആ പൃഥ്വിരാജും ആടുകളും ചേരുന്നൊരു സീനുണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊരു 2 ആട് തിരിഞ്ഞ് നോക്കി കരയണം. അപ്പോൾ അത് ഒരു ഭയങ്കര ടഫായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. എനിക്കൊന്ന് ഒരു ഹാഫ് ഡേ ഫുൾ എടുത്ത ആ ഒരൊറ്റ ഷോട്ടിന് വേണ്ടി. പ്ലസ് ചേട്ടന് ഓക്കെ പറയുകയല്ല, എത്ര ഷോട്ട് കിട്ടിയാലും കറക്റ്റ് ആട് തിരിഞ്ഞ് കരയണം എന്നുള്ളൊരു വലിയ ടഫായിട്ട് ഷൂട്ട് ചെയ്ത സാധനമായിരുന്നു. പിന്നെ ഈ കൂട്ടം ഇങ്ങനെ ഓടുമ്പോൾ നമ്മളതിന്റെ പുറകെ ക്യാമറ അതിന്റെ പുറകെ പോകുന്ന രീതിയിലുണ്ടല്ലോ. അതൊക്കെ നമ്മൾ അതൊക്കെ ഹോൾ ക്രൂ ബേളം വെച്ച് അങ്ങനെയൊക്കെ അതിനെ കൊണ്ടുപോയി. ഈ ഫൈറ്റ് സ്കെഡ്യൂൾ പറഞ്ഞാൽ ഞാൻ ആ സ്കെഡ്യൂളിൽ ഞാനില്ല. ഫസ്റ്റ് ഷെഡ്യൂളിൽ ഞാനില്ല. അത് സ്കെഡ്യൂളിൽ മോഹൻ സാറാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അധികമായിട്ട് എനിക്ക് അത് പറയാൻ പറ്റില്ല. അപ്പോൾ കണ്ടിന്യൂറ്റി നമുക്ക് എങ്ങനെയാണ്? അപ്പോൾ വേറൊരു സിനിമാറ്റോഗ്രാഫർ ചെയ്തതും അല്ല, അത് ആക്ച്വലി ഒരു പോയിന്റ് ഓഫ് ടൈമിൽ പടം ചേഞ്ച് ആവുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തത്. ടിൽ ദെൻ സാർ ഷൂട്ട് ചെയ്ത് അതിനുശേഷം പിന്നെ പുള്ളിക്കുന്നത് അസൗകര്യം എന്തായിട്ട് പിന്നെ ഞാനായിരുന്നു കണ്ടിന്യൂ ചെയ്ത് സെക്കൻഡ് ഷെഡ്യൂൾ മുതൽ. അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഡയറക്റ്റ് കണ്ടിന്യൂറ്റി അല്ല അത്. അതുകൊണ്ട് ഇല്ല. അവരുടെ പോയിന്റ് ഓഫ് നിർത്തിയിട്ട് രാജുവിന്റെ ഇത് എന്താ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള സീക്വൻസ് ആണ്. ട്രാവൽ മാത്രമല്ല മറ്റേ ബിയർഡ് വെച്ചിട്ടുള്ള സെക്കൻഡ് ലുക്ക് ഉണ്ടല്ലോ, ആ ലുക്ക് മുതൽ. ഇതുപോലെ ഇപ്പം കളറിസ്റ്റ് എന്നുള്ള രീതിയിൽ കൂടെ സാർ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ലൈറ്റ് സെറ്റ് ചെയ്യുമ്പോഴും ഒക്കെ കളർ ഗ്രേഡിംഗിലേക്ക് ബാക്കിയെല്ലാം ചെയ്യാന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാതെയാണോ? അല്ല, അങ്ങനെയല്ല. നമ്മൾ ആദ്യം റെക്കി പോയപ്പോൾ നമ്മളൊരു പാലറ്റ് ഡിസൈഡ് ചെയ്തായിരുന്നു. ഇത് ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ. നമ്മൾ ഈ പടത്തിൽ കണ്ടല്ലോ അല്ലേ, ഭയങ്കര ബ്യൂട്ടിഫുൾ. അതിൻ്റെ ഒരു സ്കൈയുടെ കളറാവട്ടെ, ഇത് സാൻഡൊക്കെ ഭയങ്കര ഗോൾഡൻ സാൻഡ്, ഭയങ്കര റിച്ച് കാണാനായിട്ട്. ഇത്ര റിച്ച്നെസ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പടത്തിൻ്റെ സുഖം ഉണ്ടല്ലോ, ഭയങ്കര ഒരു പാട്ട് സീൻ പോലെ ഇരിക്കും. അപ്പം നമ്മളതിനെ ഒരു ഇമേജൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് ഇവിടെ ഗ്രേഡിൽ വന്നിട്ട് നമ്മളൊരു ലുക്ക് പ്രൊഫൈൽ ഉണ്ടാക്കി അതിനൊരു സോബർ, ഭയങ്കര ഒരു ഗ്രേ സ്കെയിൽ, അങ്ങനെ ഒരു ഫീലിലേക്ക് ടോൺ ചെയ്തിട്ട് അത് പ്രൊഫൈൽ ക്യാമറയിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ ഷൂട്ട് ചെയ്തത്. സോ അങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അത് ഒത്തിരി ബ്യൂട്ടി ആവാനും പാടില്ല, എന്നാൽ അതിൻ്റെ കുറഞ്ഞു പോകാനും പാടില്ല. ഒരു ഉണ്ടാവാൻ പാടില്ല. അത് ടേക്ക് കെയർ ചെയ്തിരുന്നു നമ്മളത്. നാട് കാണിക്കുമ്പോൾ ഇതുപോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഫാസ്റ്റ് കാണിക്കുന്നത് ആ സമയത്ത് എങ്ങനെയായിരുന്നു? അതും സാർ തന്നെ, മോഹനൻ സാർ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ട്രാവൽ സാർ ഇതിന്റെ പാർട്ടായിട്ട് എത്ര വർഷങ്ങളായിരുന്നു? ഞാൻ 19 to 22. ഇതിന്റെ ഇടയിൽ തീർപ്പൊക്കെ തീർപ്പ് അതിന് ശേഷം, അത് എന്റെ കൊറോണ കഴിഞ്ഞിട്ടുള്ള നമ്മൾ 2 വർഷം ബ്രേക്ക് ആക്കിയ പടം. ആ ഗ്യാപ്പില് അത് OTT പടമായിരുന്നു തീർപ്പ്.
അങ്ങനെ തിയേറ്ററിലേക്ക് വന്നു എന്നുള്ളേ ഉള്ളൂ. കരിയറിൽ എങ്ങനെയാ ഒരു ആടുജീവിതം എന്തൊരു മൈൽ സ്റ്റോൺ ആയിട്ടാണോ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വല്ലാതെ വന്നോ കരിയറിൽ? ഇല്ല ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ സിനിമ ഒരുപാട് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. നമ്മൾ ചെയ്യുമ്പോൾ നല്ല സിനിമ, ക്യാമറ ഉണ്ടെന്തെങ്കിലും കഥ പറയാൻ പറ്റുന്ന സിനിമ ചെയ്യാന്നുള്ളതാണ്. അപ്പം അത് ഒരിക്കലും ഒരു ഇത്രയും വേണം, ഈ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഈ പടം ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടുള്ളൂ ഇത്രയും ഗ്യാപ്പ് ഇട്ടതുകൊണ്ട്. 6 years ഓഫ് ഷൂട്ടിംഗ് വിൻഡോ വളരെ ഗുണം ചെയ്തു പടത്തിന് പല കാര്യങ്ങളിലും. ഈ പടത്തിനെ സംബന്ധിച്ച് വേൾഡ് വൈഡ് ആണ്, അല്ലെങ്കിൽ പല ഭാഷകളിൽ വരുന്നതാണ്. നമ്മൾ മലയാളി മാത്രം കാണുന്നതോ അല്ലെങ്കിൽ ഇവിടെ ഒതുങ്ങുന്നതോ അല്ല എന്നുള്ളത് വർക്കിൽ അതെങ്ങനെയാ? ഒരു തുടക്കം മുതൽ അത് ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയാണോ? നമ്മളിതൊരു മലയാള സിനിമയായിട്ടല്ല കൺസീവ് ചെയ്യുന്നത് എല്ലാവരും, ആസ് ഓഫ് ഹോൾ ടെക്നീഷ്യൻ, ഈവൻ ബ്ലസ് ചേട്ടൻ പോലും ടോട്ടലി ഒരു അങ്ങനെ ഒന്നും, ഈവൻ ബഡ്ജറ്റ് കൺസ്ട്രെയിനും ഇല്ലെങ്കിൽ ഒരു ടൈം ഓഫ് ദ ഡേ അങ്ങനെ ടൈം കൺസ്ട്രെയിൻ ഒന്നും, അങ്ങനെ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞൊരു സാധനമില്ലായിരുന്നു. എപ്പോൾ തീരുക അതുവരെ ഷൂട്ട് ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ളൊരു ഇതായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇത്ര നന്നായിട്ട് ചെയ്യാൻ പറ്റി. എല്ലാവരും കോപ്പറേറ്റും ചെയ്തു, ആർട്ടിസ്റ്റ് ഉൾപ്പെടെ. ഇപ്പോൾ ഒരു ടെക്നിക്കൽ ആളുകൾ എന്നുള്ള രീതിയിൽ ഇപ്പം ആർട്ടിസ്റ്റിന് ചിലപ്പോൾ ആ ഒരു സീനിൽ എല്ലാം സെറ്റ് ആകുമ്പോൾ വന്ന് നിന്ന് അവർക്കും സ്ട്രഗിൾ ഇല്ല എന്നല്ല, പക്ഷെ നിങ്ങൾക്ക് ഇത് സെറ്റ് ചെയ്യുന്ന ഈ പ്രോസസ്സിലെല്ലാം നിങ്ങൾ ആ മരുഭൂമിയിൽ നിൽക്കുക. അതെ വളരെ ഇതാണ്, വളരെ അത് എല്ലാവരും. കാരണം ഇത് അവർ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മാറി നിൽക്കുക എന്നല്ല, എല്ലാവരും കൂടെ ആകെ 58 പേരേ ഉള്ളൂ നമ്മൾ ക്രൂ. എല്ലാ ക്രൂവും എല്ലാ പണിയും ചെയ്യണം. അപ്പോൾ ആരും ഫ്രീ ഒന്നുമല്ല, എല്ലാവരും എല്ലാ പണിയും ചെയ്ത് എല്ലാവരും ബിസി ആയിരിക്കും. ചിലർ വണ്ടി ഓടിക്കും, ചിലർ എല്ലാവരും ഇൻവോൾവ് ആയിരുന്നു. ഇന്ന ക്രൂവിന് ഇന്ന ജോബൊന്നുമില്ല, എല്ലാവരും ഒരുമിച്ചായിരുന്നു. പിന്നെ ഔട്ട്സൈഡ് കാണിക്കുന്ന സമയത്ത് ടുവേർഡ്സ് എൻഡിലേക്ക് വരുമ്പോൾ ആ കാലഘട്ടത്തിലാണല്ലോ കാണിക്കേണ്ടത്. അപ്പോൾ അത് എങ്ങനെ ഇവിടെ തന്നെയായിരുന്നു? എവിടെയാ അത് ഷൂട്ട് ചെയ്തത്? ഏത് ഭാഗം ഉദ്ദേശിക്കുന്നത്? അതായത് പിന്നീട് ഇങ്ങനെ പുറത്ത് കടന്ന് റോഡ് കഴിഞ്ഞ് ഇയാള് ജയിലിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പുള്ള ആ സീക്വൻസ് നമ്മൾ അക്കാബ എന്ന് പറഞ്ഞിട്ട് ജോർദൻ തന്നെ ഷൂട്ട് ചെയ്തത്. അതൊരു സൗദിയായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ ജോർഡൻ തന്നെ ഒരു കടയും പിന്നെ അവർ കിടക്കുന്ന ഒരു ഡോർമെട്രി പോലെ ഒരു സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് അവിടെ സെറ്റിട്ട് അവിടെ തന്നെ ചെയ്താൽ. ടുവേർഡ്സ് ലാസ്റ്റ് വരുന്ന ജയിൽ പോർഷൻ നമ്മൾ ഷൂട്ട് ചെയ്ത് ഇവിടെ സെറ്റ് ഇടുകയായിരുന്നു, ഇവിടെ പാലയിൽ. നാട്ടിലല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എക്യുപ്മെന്റ്സ് ആയാലും എന്തെങ്കിലും നീഡുകളായാലും ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒരു കോവിഡ് കാലമൊക്കെ കടന്നു പോകുമ്പോൾ ബുദ്ധിമുട്ടുകൾ പൊതുവെ ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണല്ലോ. അതെ. അല്ല, അത് തുടക്കത്തിൽ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വീക്ക് ആക്ച്വലി ഒരു ഫസ്റ്റ് മീറ്റിംഗിൽ ഫസ്റ്റ് ഡേ ഓഫ് ലോക്ക്ഡൗൺ നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ 500 കുപ്പി വെള്ളം കൊണ്ടുള്ളൂ ഇത്രയും ക്രൂവിനും ഒരാഴ്ചത്തേക്ക്. അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും പാനിക്കൊക്കെ ആയി. പക്ഷേ ലക്കിലി ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മിനിസ്ട്രിയിൽ നമ്മൾ അറിയിച്ചു. പിന്നെ അവർ ഫുഡ് സപ്ലൈ ഒക്കെ കുഴപ്പമില്ലായിരുന്നു എല്ലാം. പിന്നെ എല്ലാം ബാക്ക് ടു നോർമലായിരുന്നു. നോർമൽ മീൻസ് നമ്മൾ പെട്ടുകിടക്കാണ്, പക്ഷെ സ്റ്റിൽ ഓക്കെ, ഒരു പാനിക് സിറ്റുവേഷൻ ഇല്ലായിരുന്നു. അപ്പൊ ആ സമയത്തുള്ളൊരു ചെറിയൊരു ഡോക്യുമെന്ററി പോലെയുള്ള വീഡിയോസിലൊക്കെ പറയുന്നുണ്ട് എല്ലാവരും മാനസികമായി പലർക്കും ഒരു ചില ആൾക്കാർക്കൊക്കെ കുറച്ച് ഡൗൺ ആയിപ്പോ, ചില ആൾക്കാരൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. വി ഓൾ മാനേജ്ഡ്, എല്ലാവരും ഒരു ഫാമിലി പോലെ വി ഓൾ മാനേജ്ഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച് സാർ. ഇത്രയും നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി ഞങ്ങൾക്ക് തന്നതിനും നമ്മളൊന്നും കാണാത്തൊരു മരുഭൂമി കാണിച്ചു തന്നതിനും താങ്ക് യു സോ മച്ച്. താങ്ക് യു.